തീരുമാനം പ്രാർത്ഥന നിഗമനങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. കർത്താവേ വിടുവിക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും പഠനത്തിൽ മാനിക്കുകയും ചെയ്യട്ടെ. നമ്മൾ സാധാരണയായി ദൈവത്തിന്റെ പഠനമായി ചിന്തിക്കുന്നത് റോമർക്ക് എഴുതിയ ലേഖനമാണല്ലോ. ഉപവാസ പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ അതിൽ നിന്ന് ചിന്തിക്കാതെ മറ്റൊരു ചിന്ത പരിശുദ്ധാത്മാവ് എനിക്ക് തന്നത് അതുമായി ഇന്ന് രാത്രി ഷെയർ ചെയ്യുവാൻ ദൈവാത്മാവിൽ ശരണപ്പെടുന്നു. റോമർക്ക് എഴുതിയ ലേഖനം ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച നമ്മൾ വീണ്ടും ചിന്തിക്കുന്നതായിരിക്കും. തുടങ്ങി വെക്കാനും നമുക്ക് പറ്റിയിട്ടുള്ളല്ലോ. കർത്താവേ നിന്ന് പഠിക്കുവാൻ സഹായിക്കട്ടെ. ഇന്ന് രാത്രി മറ്റൊരു ചിന്താഗതമായി ഷെയർ ചെയ്യുവാൻ പരിശുദ്ധാത്മാവിൽ ശരണപ്പെടുകയാണ്. നമുക്ക് ദൈവത്തിൽ അനേക വിശുദ്ധന്മാരുണ്ട്. പ്രത്യേകിച്ച് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട ഉപയോഗിക്കപ്പെട്ട അനവധി വിശുദ്ധന്മാരെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദാവീദ്, മോശ, ഏലിയാവ് എന്നിവരെയൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്, പഠിച്ചിട്ടുള്ളതാണ്. ഞാൻ ഈ ദിവസങ്ങളിൽ നമ്മുടെ സഭ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് തന്നെ നമ്മൾ കേട്ടിട്ടില്ലാത്ത എന്നാൽ ശ്രദ്ധിച്ചിട്ടില്ലാത്ത ദൈവപുരുഷന്മാരെ കുറിച്ച് അല്ലെങ്കിൽ ലേഖനങ്ങൾ അല്ലെങ്കിൽ പുസ്തകങ്ങൾ പഠിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. കാരണം നമ്മൾ എപ്പോഴും കേൾക്കുന്ന മെസ്സേജിൽ നിന്ന് വ്യത്യസ്തമായി ദൈവത്തിന്റെ മറ്റു ഭാഗങ്ങൾ, ശ്രദ്ധിക്കപ്പെടാത്ത ഭാഗങ്ങൾ പഠിക്കുന്നത് ഒരു അനുഗ്രഹമായിരിക്കും. അതെനിക്ക് ഏറ്റവും അനുഗ്രഹമായി തീർന്നിട്ടുണ്ട്. നമുക്കറിയാം, ഇബേസിനെ കുറിച്ച് നമ്മൾ കേട്ടായിരുന്നു അല്ലേ, വളരെ ചെറിയൊരു പ്രാർത്ഥന. എന്നാൽ ആ പ്രാർത്ഥനാ മനുഷ്യന്റെ പ്രാർത്ഥനകളും അദ്ദേഹത്തെ കുറിച്ചുള്ള കാര്യങ്ങളും ചെറിയ ചില വാക്യങ്ങളിൽ ദൈവത്തിൽ ഒതുക്കപ്പെട്ടു പോയെങ്കിലും ഇന്നും ശ്രദ്ധിക്കപ്പെടുന്ന പ്രാർത്ഥന, ദൈവം കേട്ട ഒരു പ്രാർത്ഥന എന്നൊക്കെ മനസ്സിലാക്കാനായി കഴിയും. അതുപോലെ ദൈവത്തിൽ അനേക മറഞ്ഞിരിക്കുന്ന വ്യക്തികളുണ്ട്, ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ടവരുണ്ട്. ചിലരൊക്കെ നമുക്ക് പരിചയമുണ്ട്, ചിലരൊക്കെ നമ്മൾ അധികം ശ്രദ്ധിക്കാറില്ല. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ, എല്ലാം സംസാരിപ്പാൻ്റെ മുമ്പിൽ സമയം എനിക്ക് അറിയാം. എന്നാൽ നമുക്ക് ദൈവം തരുന്ന സമയത്തിനുള്ളിൽ അല്പമായി ചിന്തിച്ച് ബാക്കി പിന്നെ എപ്പോഴും ചിന്തിക്കുവാനായി ശരണപ്പെടുന്നു. പ്രാരംഭമായി നമുക്ക് ദിനവൃത്താന്ത പുസ്തകത്തിലേക്ക് കടന്നു പോകാം. അവിടെ ഒരു മനുഷ്യനെ കാണുവാൻ കഴിയുന്നുണ്ട്. ഒരു രാജാവാണ്. ദാവീദ് രാജാവായിരുന്നു, ശൗൽ രാജാവായിരുന്നു. ഇവരൊക്കെ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരും ഉപയോഗിക്കപ്പെട്ടവരുമാണ്. ശൗല് തിരഞ്ഞെടുക്കപ്പെട്ട സമയങ്ങളിൽ ശക്തമായി ഉപയോഗിക്കപ്പെട്ടെങ്കിലും പിന്നീട് ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയും ആ സ്ഥാനം ദൈവം ദാവീദിന് കൊടുക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. പിന്നീട് കാലഘട്ടങ്ങൾ കഴിഞ്ഞപ്പോൾ യഹൂദയിലും ശമരിയിലും അനവധി അഭിഷിക്തന്മാർ, രാജാക്കന്മാർ ശുശ്രൂഷിപ്പാനും ഭരണം ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. എന്നാൽ ദിനവൃത്താന്ത പുസ്തകത്തിൽ നാം ശ്രദ്ധിക്കുമ്പോൾ ഒരു രാജാവിനെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. താൻ 55 വർഷങ്ങൾ മനശ്ശെ ഭരണം നടത്തിയതിനു ശേഷം തന്റെ പിതാമഹനായിരുന്ന മനശ്ശെ 55 വർഷങ്ങൾ ഭരണം നടത്തി ഒരു ദുഷ്ടഭരണം നടത്തി ഇങ്ങനെ പോകുമ്പോൾ ആ കാലഘട്ടങ്ങളെല്ലാം ഒരു ദുഷ്ട കാലഘട്ടങ്ങളായി മാറുമ്പോൾ അതിനുശേഷം തന്റെ പിതാവായിരിക്കുന്ന ആമോൻ അദ്ദേഹം 2 സംവത്സരം ഭരിക്കുകയും അദ്ദേഹത്തിന്റെ ഭരണത്തിലും പ്രതിസന്ധികൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ അതിനൊക്കെ വിപരീതമായി തന്റെ ഭരണം വന്ന സമയത്ത് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ട ഒരു രാജാവായിരുന്നു. ആര് പറയാൻ പറ്റുമോ? ദിനവൃത്താന്ത പുസ്തകത്തിൽ ഉള്ള ഒരു രാജാവ് 34-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 34-ാമത്തെ അധ്യായം പ്രാരംഭവാക്യങ്ങൾ കൊണ്ട് നമുക്ക് വായിച്ചു തുടങ്ങാം. യോശിയാവ് 2 ദിനവൃത്താന്തം 34-ാം അധ്യായം. 2 ദിനവൃത്താന്തം. യോശിയാവ് വായിച്ചു തുടങ്ങിയപ്പോൾ അവന് 8 വയസ്സായിരുന്നു. 31 സംവത്സരം യെരൂശലേമിൽ വാണു. 8-ാമത്തെ വയസ്സിൽ ഒരു രാജാവാകാനുള്ള ഭാഗ്യം യോശിയാവ് ലഭിച്ചു. എന്താ 8 വയസ്സെന്ന് എനിക്ക് ആലോചിച്ചു. 8-ാമത്തെ വയസ്സിൽ രാജാവ്. അപ്പൊ 8-ാമത്തെ വയസ്സിൽ ചെറിയ ബാലകനാണ്. തനിക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും മന്ത്രിമാരുണ്ട്, പരിചാരകരുണ്ട്. പക്ഷെ നിയന്ത്രണം മുഴുവനും ഈ 8 വയസ്സുള്ള പയ്യന്റെ മേലാണ്. അതിനുശേഷം അദ്ദേഹം വളരുന്നു. 8 വയസ്സ് കഴിഞ്ഞ് 16-ാമത്തെ വയസ്സിലേക്ക് വരുന്ന ഭാഗം 3-ാമത്തെ വാക്യത്തിൽ കാണാൻ നമുക്ക് കഴിയുന്നുണ്ട്. 8 വയസ്സുള്ളപ്പോ തൊട്ട് തന്നെ 2-ാം വാക്യത്തിൽ പറഞ്ഞ യഹോവയ്ക്ക് ചെയ്തു. തന്റെ പിതാവായ ദാവീദിന്റെ വഴികളിൽ നിന്ന് നടന്നു. അവന്റെ വാഴ്ചയുടെ 8-ാം ആണ്ടിൽ അവന്റെ യൗവനത്തിൽ തന്നെ. അപ്പൊ വാഴ്ചയുടെ 8-ാം ആണ്ട് എന്ന് പറഞ്ഞത് ഇപ്പൊ എത്ര വയസ്സായി? 8-ാം വയസ്സിലാണ് വാഴ്ച തുടങ്ങി. 8 വർഷം കൂടെ കഴിഞ്ഞപ്പോൾ 16 വയസ്സായപ്പോൾ എന്ത് ചെയ്തു? യൗവനത്തിൽ തന്നെ അവൻ തന്റെ പിതാവായ ദാവീദിന്റെ ദൈവത്തെ അന്വേഷിച്ചു തുടങ്ങി. 12-ാം ആണ്ടിൽ അവൻ പൂജാഗിരികളെയും അശേര പ്രതിഷ്ഠകളെയൊക്കെയും വിഗ്രഹങ്ങളെയും ബിംബങ്ങളെയും നീക്കി യെഹൂദയെയും യെരൂശലേമിനെയും വെടിപ്പാക്കുവാൻ തുടങ്ങി. അവൻ കാണുക അവർ ബാൽ വിഗ്രഹങ്ങളുടെ
താഴോട്ട് ആ 7 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവനൊരു ശുദ്ധീകരണം യെരൂശലേമിലും പട്ടണത്തിലും നടത്തി നമുക്ക് കാണാൻ കഴിയും. അത് മൊത്തം വായിക്കാനുള്ള സമയം നമ്മുടെ മുമ്പിൽ ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ അത് എപ്പോഴെങ്കിലും വായിക്കാം. പക്ഷെ ഒരു കാര്യം നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. മനസ്സ 55 വർഷം ഭരിച്ചു. തന്റെ പിതാവായ ആമോൻ 2 സംവത്സരക്കാലം ഭരിച്ചു. ആ ഭരണ കാലഘട്ടങ്ങളിലെല്ലാം ഇസ്രായേൽ ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയും ബാൽ ശക്തികളെ ആരാധിക്കുകയും അശേര പ്രതിഷ്ഠകളെ ആശ്രയിക്കുകയും ചെയ്തുകൊണ്ട് ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്നും ദൈവജനം അകന്നു പോയത് ആ ഭാഗം കാണാൻ കഴിയുന്നു. എന്നാൽ ഈ 55 വർഷത്തിന് ശേഷവും പിന്നീടുള്ള 2 വർഷത്തിന് ശേഷം 8-ാം വയസ്സിൽ ഈ ബാലകനായിരിക്കുന്ന അല്ലെങ്കിൽ 16-ാം വയസ്സിലേക്ക് വാഴ്ച കാലമായി വരുമ്പോൾ ഈ മനുഷ്യൻ ഒരു ശുദ്ധീകരണത്തിന് തയ്യാറാകുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. ഉപവാസ പ്രാർത്ഥന എന്ന് പറയുന്നത് ഉണർവും അഭിഷേകവും മാത്രമല്ല, ഉപവാസ പ്രാർത്ഥന നമ്മെ ശുദ്ധീകരിക്കാനുള്ള ഒരു അവസരം കൂടാണ്. ഉപവാസ പ്രാർത്ഥന നമ്മിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കി, നമ്മെ ഒന്ന് ശോധന ചെയ്ത്, നമ്മെ ഒന്ന് ക്രമീകരിച്ച്, നമുക്ക് പറ്റിയ വീഴ്ചകളെ ഒന്ന് പഠിച്ച് മനസ്സിലാക്കി ദൈവത്തോട് അടുത്തു വരാൻ ഉപകരിക്കുന്ന പ്രാർത്ഥനയാണ് ഉപവാസ പ്രാർത്ഥന. നമുക്കറിയാം, ദൈവത്തിൽ ഉപവാസത്തിൽ കൂടെ ദൈവത്തോട് അടുത്തവരെല്ലാം രട്ടുടുത്തു അല്ലെ, ചാരത്തിലിരുന്നു എന്നൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. തങ്ങളെ തന്നെ താഴ്ത്തി കൊടുക്കുന്ന ഒരു അനുഭവം, ദൈവങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന ഒരു അനുഭവം അല്ലെ, ഉയർന്ന ചിന്താഗതികളും മനോഭാവങ്ങളും ഒക്കെ മാറ്റി ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്ന അനുഭവം ഉപവാസ പ്രാർത്ഥനയിൽ ദൈവത്തെ നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ ഉപവാസ പ്രാർത്ഥനയിൽ അതാണ് സംഭവിക്കുന്നത്. ഉണർവ് ഉപവാസ പ്രാർത്ഥനയിലുണ്ട്, അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെടും. എന്നാൽ നമ്മിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുവാനുള്ള അവസരം കൂടെയാണ്. നമ്മെ ഒന്ന് ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുന്നില്ല എന്ന് ദൈവത്തിന് വചനം പഠിപ്പിക്കുന്നു. ഞാൻ വിശുദ്ധരായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കുമെന്ന് ദൈവത്തിന് വചനം പഠിപ്പിക്കുന്നു. നമ്മളേക്കൊന്ന് തിരിഞ്ഞു നോക്കുവാൻ, നമ്മുടെ പരാജയ വഴികൾ ഒന്ന് മനസ്സിലാക്കുവാൻ, കർത്താവിലേക്ക് കുറച്ചുകൂടെ അടുക്കാനൊക്കെയാണ് ഉപവാസം പ്രഖ്യാപിക്കപ്പെടുന്നത്. നമുക്ക് ദൈവത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ മനുഷ്യനെ ശ്രദ്ധിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു മനുഷ്യനെ കുറിച്ച് പഠിച്ചല്ലേ, ആരാ? നോഹയില്ലല്ലോ, ആനോക്ക് അല്ലെ. ആനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. ആനോക്ക് പുത്രിമാരുണ്ടായിരുന്നു, കുടുംബമുണ്ടായിരുന്നു. 300 സംവത്സരം അവൻ ദൈവത്തോട് കൂടെ. അന്ന് നമ്മൾ ചിന്തിച്ചായിരുന്നു, ദൈവത്തോട് കൂടെ നടക്കുന്നതിന് കുടുംബം ഒരു പ്രശ്നമല്ല, ദൈവത്തോട് കൂടെ നടക്കുന്നതിന് ജോലി ഒരു പ്രശ്നമല്ല. എല്ലാ സാഹചര്യങ്ങളുടെ നടുവിലും സമയം കണ്ടെത്തി ദൈവത്തോട് ചേർന്നിരിക്കാൻ പറ്റുമെന്ന് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചതുപോലെയാണ് ഈ ആഴ്ചയിൽ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. രാജാവായിരുന്ന ഒരു വ്യക്തി തന്റെ പിതാമഹന്മാർ ചെയ്തത് ചെയ്യാതെ, അത് വേണേൽ കണ്ടിന്യൂ ചെയ്യാമായിരുന്നു. 8 വയസ്സുള്ള ബാലകൻ 16-ാമത്തെ വയസ്സിൽ പൂജാഗിരികളെ നീക്കി, ആ ഭാഗം ഒരുപാട് വായിക്കാനുണ്ട്. പൂജാഗിരികളെയൊക്കെ നീക്കി, ബാൽശക്തികളെയൊക്കെ ദേശത്തിൽ തുടച്ചു മാറ്റി, അശേര പ്രതിഷ്ഠകളെയൊക്കെ വെട്ടിക്കളഞ്ഞ് താൻ തീരുമാനിക്കുകയാണ് സത്യദൈവത്തെ, തന്റെ പിതാവായ ദാവീദിന്റെ വഴികൾ. സ്വന്തം പിതാവല്ല ദാവീദ് വംശത്തിൽ വരികയാണ്. അപ്പോൾ ആ ദാവീദ് ദൈവത്തെ ആരാധിച്ചിരുന്നത് പോലെ താൻ ദൈവത്തിലേക്ക് ഒരു മടങ്ങി വരവ് നടത്തി. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പ്രാരംഭത്തിൽ തന്നെ ഒരു മൂന്ന് നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ സാഹചര്യങ്ങൾ നിമിത്തം നാം ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാനിടയാകരുത്. നമ്മുടെ പാരമ്പര്യം നിമിത്തം, നമ്മുടെ പിതാക്കന്മാർ, ഞാൻ വിശ്വാസത്തിലേക്ക് വന്നതിന് ശേഷം എൻ്റെ കുടുംബത്തിലുള്ള 2 റിലേറ്റീവ്സ്, അവരുടെ പേര് ഞാൻ പറയുന്നില്ല, റിലേറ്റീവ്സ് അവർ വിശ്വാസ സ്നാനം സ്വീകരിച്ചു, രക്ഷിക്കപ്പെട്ടു. പക്ഷെ ഇപ്പോഴും അവരുടെ സാമുദായിക സഭയിൽ നിൽക്കുകയാണ്. നോക്കണമേ, അവരുടെ തലമുറകൾ വിവാഹം കഴിച്ചത് സാമുദായിക സഭയിലാണ്, അവരുടെ കുഞ്ഞുങ്ങൾ ഇനി ജനിക്കാൻ പോകുന്നത് സാമുദായിക സഭയിലാണ്. ഞാൻ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന ആളാണ്. രക്ഷിക്കപ്പെട്ട സമയത്ത് രക്ഷിക്കപ്പെട്ട് വെള്ളത്തിൽ ഇറങ്ങി സ്നാനപ്പെട്ട് ആ സഭയിലേക്ക് കയറി വന്നിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിറഞ്ഞ മനുഷ്യനാണ്. ഹല്ലേലൂയ. ഇത് ശ്രദ്ധിക്കണമേ, അവർ വിശ്വാസത്തിൽ നിന്ന് പതിയെ വഴിതിരിപ്പോയി, വിശ്വാസത്തിൽ നിന്ന് മാറിപ്പോയി. അപ്പോൾ തലമുറകൾ എന്ത് സംഭവിച്ചു? തലമുറകൾ വീണ്ടും സമുദായത്തിൽ നിൽക്കുക, തലമുറകൾ വീണ്ടും സമുദായത്തിൽ തുടരുക. സത്യദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാതെ തലമുറകൾ ദൈവത്തിൽ നിന്ന് മാറി. എന്നാൽ അന്ന് അവർ ഉറച്ചു നിന്നിരുന്നെങ്കിൽ, അവരുടെ കുഞ്ഞുങ്ങളുടെ വിവാഹത്തിന്റെ കാര്യമൊക്കെ ചിന്തിച്ചായിരിക്കാം ചിലപ്പോൾ ആ സമുദായ സമയത്ത് തന്നെ നിന്നത്. പക്ഷെ അവർ അന്നേരം ഉറച്ചു നിന്നിരുന്നെങ്കിൽ, അവർ ഒന്ന് ബലത്തോടെ നിന്നിരുന്നെങ്കിൽ, നമ്മുടെ തലമുറകൾ അടുത്ത ജനറേഷനിൽ ഇപ്പോൾ ദൈവത്തെ
പ്രാർത്ഥിക്കുന്നില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതിനേക്കാൾ വിശ്വാസ സ്നാനം സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട തലമുറകൾ, അടുത്ത തലമുറ വരുമ്പോൾ ദൈവത്തോട് ചേർന്ന് നിന്നേനെ. സത്യമല്ലേ? ജന്മനാ പെന്തക്കോസ്ത് അല്ലാത്ത വേറെ സമുദായത്തിൽ വന്ന ആരുണ്ടെങ്കിൽ ജന്മനാ പെന്തക്കോസ്ത് ഇപ്പോൾ ഇരിക്കുന്നതിനകത്ത് ജന്മനാ പെന്തക്കോസ്ത് ജനിക്കാതെ അറിയില്ല ഉണ്ട്, ഉണ്ട് അല്ലേ, ഉണ്ട്, ഞാനുണ്ട് അല്ലേ. അപ്പൊ നമ്മൾ എടുത്ത തീരുമാന നിമിത്തം എന്ത് സംഭവിച്ചു? നമ്മൾ ആ സാമുദായിക സഭയിൽ നിന്നിരുന്നെങ്കിൽ നമ്മുടെ തലമുറകൾ എന്ത് ചെയ്യും? ആ സാമുദായിക സഭയിൽ തുടരും അല്ലെ. അവരുടെ തലമുറകൾ എന്ത് ചെയ്യും? വീണ്ടും ആ സാമുദായിക സഭയിൽ തുടരും. നമ്മളെടുത്ത കട്ടവും തീരുമാനം കൊണ്ട് നമ്മുടെ തലമുറകൾ ദൈവത്തെ സേവിക്കാൻ തുടങ്ങി. അടുത്ത തലമുറ ദൈവത്തെ സേവിക്കും. അതിങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പൊ നോക്കണേ, ഇന്നലകളിൽ പിതാക്കന്മാരെടുത്ത തീരുമാനങ്ങളെക്കാൾ ഇന്ന് ഞാനും നിങ്ങളും എടുത്ത തീരുമാന നിമിത്തം അടുത്ത ജനറേഷൻ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുക. അതുപോലാണ് യോശിയാവ് ചെയ്തത്. ഇന്നലെ തന്നെ അപ്പനപ്പന്മാർ ചെയ്ത, രാജാക്കന്മാർ ചെയ്ത ആ രീതികളെ തന്റെ 16-ാമത്തെ വയസ്സിൽ യോശിയാവ് മാറ്റി സത്യദൈവത്തിന് വേണ്ടി അവനൊരു വ്യത്യാസം കൽപ്പിച്ചു. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു തീരുമാനം നമ്മൾ എടുക്കണം. ആരെങ്കിലും സത്യദൈവത്തിന് വേണ്ടി നാം നിന്നാൽ നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. അടുത്ത ജനറേഷനെ കൂടാണ് നമ്മൾ ദൈവത്തിന് വേണ്ടി വീണ്ടെടുക്കുന്നെന്നുള്ളൊരു സത്യം നാം മനസ്സിലാക്കണം. നമ്മിൽ കൂടെ ആണ് സംഭവിച്ച് അടുത്ത ജനറേഷൻ വരാൻ പോകുന്ന ഇവരിൽ കൂടി ഇനി ജനിക്കാനിരിക്കുന്ന തലമുറകളോട് സത്യദൈവത്തെ ആരാധിക്കുന്ന ഒരു തീരുമാനമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. യോശുവാവ് അത് ചെയ്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവൻ സാഹചര്യങ്ങളൊക്കെ മാറ്റി എന്ന് നമുക്ക് കാണാൻ കഴിയും. 8-ാം വാക്യത്തിൽ ഇപ്പോൾ ദൈവത്തെ സേവിക്കുന്നതിന്, ദൈവത്തെ ആരാധിക്കുന്നതിന് സാഹചര്യങ്ങൾ തടസ്സമല്ല, പാരമ്പര്യം തടസ്സമല്ല. നമ്മളെല്ലാം വിശ്വാസത്തിൽ ഇറങ്ങി തിരിച്ചത് പ്രതിസന്ധികൾ ഇല്ലാഞ്ഞിട്ടല്ല. അപ്പനും അമ്മയും ഉപേക്ഷിച്ച സാഹചര്യങ്ങളുണ്ട്, വെളിയിൽ നിർത്തിയ സാഹചര്യങ്ങളുണ്ട് അല്ലേ, കുറ്റം പറഞ്ഞ സാഹചര്യങ്ങളുണ്ട്. ഒന്ന് തിരിഞ്ഞു നോക്കിക്കേ പഴയ വർഷങ്ങളിലേക്ക്. ആ ഒതുക്കപ്പെടലുകളുടെ നടുവിൽ, ആ അസ്വസ്ഥതകളുടെ നടുവിൽ നമ്മൾ ദൈവത്തിന് വേണ്ടി നിന്നതുകൊണ്ട് നാം മാനിക്കപ്പെട്ടു, ആത്മികമായി ഭൗതികമായി നാം ഉയർത്തപ്പെട്ടു. യോശിയാവും അതാണ് ചെയ്തത്. അപ്പോൾ പെട്ടെന്ന് ദൈവത്തിന് വേണ്ടി ഒരു തീരുമാനമെടുക്കാൻ തയ്യാറാകുന്നെങ്കിൽ അടുത്ത തലമുറകളിലേക്ക് വരെയും ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കും. അവരും ദൈവത്തെ ഉയർത്തും. യോശിയാവ് അതാണ് ചെയ്ത് നമുക്ക് കാണാൻ കഴിയും. രണ്ടാമത് യോശിയാവ് ചെയ്ത ഒരു കാര്യം 8-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവന് വാഴ്ചയുടെ 18-ാം വാക്യം ആലയത്തെ വെടിപ്പാക്കി. ഓക്കെ, ചില ബുദ്ധിമുട്ട് ബൈബിൾ റീഡിംഗ് സമയത്ത് കൊടുത്താൽ നല്ലതായിരിക്കും. ആലയത്തിന്റെ അറ്റകുറ്റം തീർപ്പാൻ നിയോഗിച്ചു. 2, ആലയത്തെ വെടിപ്പാക്കി ആലയത്തിന്റെ അറ്റകുറ്റം തീർപ്പാൻ നിയോഗിച്ചു. പുതിയ നിയമത്തിൽ ആലയം എന്നാ നമുക്കറിയാം. നമ്മൾ ഉണർവിലേക്ക് ഉണവും ദൂതല്ല, ഉണർവിലേക്ക് വരുന്നെങ്കിൽ നമുക്ക് കർത്താവിനെ ആരാധിക്കാം. പക്ഷെ നമ്മിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കാൻ പറ്റുന്ന ഒരു ദൂതാണ്. എല്ലാം ഉണർവായ ശരിയാകുന്നുണ്ടോ നമ്മെ കുറിച്ച് തന്നെ നമ്മൾ ചിന്തിക്കണം അല്ലേ. അപ്പോൾ ആലയത്തിന്റെ അറ്റകുറ്റം തീർത്തു, ആലയത്തെ വെടിപ്പാക്കി. പുതിയ നിയമസഭയിൽ ആലയം ആരാ? നാം ആയിരിക്കുന്നത് ഈ ഹോളാണ്? ഇല്ല. ആലയം ആരാ? നിശ്ചയമായും നമ്മളാണ്. അപ്പോൾ ദൈവത്തിലേക്ക് പെട്ടെന്ന് തിരിയുന്ന ഒരാൾ, പഴയതിൽ നിന്ന് വ്യത്യസ്തമായി മാറാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ആലയം വെടിപ്പാക്കി. ഉപവാസ പ്രാർത്ഥനയിലേക്ക് പ്രാരംഭത്തിൽ കടന്നു വരുന്ന നമ്മളോട് പരിശുദ്ധാത്മാവ് യോശിയാവിനോടുള്ള ബന്ധത്തിൽ സംസാരിക്കുകയാണ്. നമ്മുടെ ആലയം ശുദ്ധീകരിക്കപ്പെടണം, നാം വെടിപ്പാക്കപ്പെടണം. 2 അറ്റകുറ്റങ്ങൾ തീർക്കണം. എവിടെയൊക്കെയാണ് ആലയം ശ്രദ്ധിക്കാതിരുന്നത്? യോശിയാവ് തകർന്നു പോയ ഇടങ്ങളിൽ പണി നടത്തി ആലയത്തിന്റെ അറ്റകുറ്റപ്പണികൾ തീർത്തു. പുതിയ നിയമത്തിലെ ദൈവസഭയായിരിക്കുന്ന ദൈവത്തിന്റെ ആലയമായിരിക്കുന്ന നമ്മിൽ എന്തൊക്കെ അറ്റകുറ്റപ്പണികൾ നടത്തണം? മെയിൻ്റനൻസ് അല്ലേ? മെയിൻ്റനൻസ് പറഞ്ഞ മെയിൻ്റനൻസ് എന്നാണ് ക്ലിയർ ആയിട്ട് അറിയാം അല്ലേ. ഞങ്ങളുടെ ഭവനം കഴിഞ്ഞ ദിവസം മെയിൻ്റനൻസ് നടത്തി. അവർ വന്നിട്ട് ഞങ്ങളുടെ അറബാവ് തന്നെ ആളെ വിളിച്ച് എല്ലാ AC എടുത്തോണ്ട് പോയി എല്ലാം ക്ലീൻ ചെയ്തു. ഞാൻ ഒരു മെസ്സേജ് മാത്രം ചെയ്യാമെന്ന് ചോദിച്ചുള്ളൂ. പുള്ളിക്ക് പല കമ്പനികളുണ്ട്. അവിടെ നിന്ന് ഇവിടുന്ന് ആൾ വന്ന് AC-ക്കാർ വന്ന് AC എല്ലാം എടുത്തോണ്ട് പോയി അതെല്ലാം ക്ലീൻ ആക്കി വെച്ചു. അത് കഴിഞ്ഞ് പൈപ്പുകാർ ആൾക്കാർ പൈപ്പ് എല്ലാം ക്ലീൻ ആക്കി വെച്ചു. ഒരാഴ്ച കൊണ്ട് എവിടൊക്കെ പൊളിഞ്ഞു കിടന്നോ അതെല്ലാം ഒരാഴ്ച കൊണ്ട് ക്ലീൻ ആക്കി. പുതിയ ഹീറ്ററുകളെല്ലാം വെച്ചു അല്ലെ, ചൂടുവെള്ളം വരുന്ന ഹീറ്ററുകളെല്ലാം വെച്ചു. അപ്പൊ എന്താ സംഭവം? അറ്റകുറ്റപ്പണി എവിടൊക്കെ തകർന്നു പോയിട്ടുണ്ടോ, എവിടൊക്കെ
പരാജയപ്പെട്ടുകൊണ്ടോ ആ ഭാഗങ്ങളെയൊക്കെ മെയിൻ്റനൻസ് ചെയ്തു. ആലയത്തിന്റെ കാര്യമാണ് പറയുന്നത്. പുതിയ നിയമസഭയ്ക്ക് ഒരു മെയിൻ്റനൻസ് ആവശ്യമാണ്. ഹല്ലേലൂയ. നമുക്കൊരു മെയിൻ്റനൻസ് ആവശ്യമാണ്. അതിനാണ് ഉപവാസ പ്രാർത്ഥന. നമുക്ക് ഇവിടെ പരാജയം പറ്റിയത് നമ്മുടെ ചിന്തകളിൽ, നോട്ടങ്ങൾ, ഇടപെടലുകൾ, കൊടുക്കൽ വാങ്ങലുകൾ പരാജയം പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യുന്നത് കൂടാണ് ഉപവാസ പ്രാർത്ഥന. അപ്പൊ അവൻ അറ്റകുറ്റപ്പണി ചെയ്തു. 14 വാക്യത്തിലേക്ക് നമ്മൾ ശ്രദ്ധിക്കാം. അവർ യഹോവയുടെ ആലയത്തിൽ പിരിഞ്ഞു കിട്ടിയ ദ്രവ്യം പുറത്തെടുത്തപ്പോൾ ഹിൽക്കിയാ പുരോഹിതനെ യഹോവ മോശെ മുഖാന്തരം കൊടുത്ത ന്യായപ്രമാണ പുസ്തകം കണ്ടെത്തി. അപ്പൊ നോക്കണം, ആലയം തകർന്നു കിടക്കുകയായിരുന്നു, പുസ്തകം തകർന്നു കിടക്കുകയായിരുന്നു. ന്യായപ്രമാണ പുസ്തകം എവിടെയാണെന്ന് പോലും അറിയത്തില്ല. പഴയ നിയമത്തെ സംബന്ധിച്ചിടത്തോളം ന്യായപ്രമാണ പുസ്തകത്തിന്റെ 2 കോപ്പികളുണ്ട്. ഒരു കോപ്പി ദേവാലയത്തിൽ സൂക്ഷിക്കപ്പെടുന്നു, രണ്ടാമത്തെ കോപ്പി രാജാവിന്റെ കൊട്ടാരത്തിലാണ് സൂക്ഷിക്കപ്പെടുന്നത്. ഒരു രാജാവ് പെട്ടെന്ന് ദിനവൃത്താന്ത പുസ്തകം എടുത്ത് വായിച്ചെന്ന് പറയുന്നുണ്ട്. രാജാവിന്റെ പേര് പറയാമോ പെട്ടെന്ന്? ആർക്ക് വേണ്ടിയാണ് ദിനവൃത്താന്ത പുസ്തകം എടുത്ത് വായിച്ചേ? അനിയന് വേണ്ടിയായിരുന്നു അതോ മോർദെഖായിക്ക് വേണ്ടിയായിരുന്നു? പെട്ടെന്ന് രാജകൊട്ടാരത്തിന്റെ പുസ്തകം എടുത്ത് വായിപ്പിച്ചല്ലേ? അവന് വേണ്ടി ഞാൻ എന്ത് ചെയ്തു, മോർദെഖായിക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്തു ഒരു ചോദ്യം രാജാവ് ചോദിച്ചു. പെട്ടെന്ന് ഒരു പുസ്തകമുണ്ട്. രാജകൊട്ടാരത്തിൽ ഒരു പുസ്തകം ഉണ്ടായിരുന്നു. ന്യായപ്രമാണ പുസ്തകത്തിന്റെ ഒരു കോപ്പി രാജകൊട്ടാരത്തിലും ഒരു കോപ്പി ദേവാലയത്തിൽ സൂക്ഷിക്കപ്പെടുന്നുണ്ട്. എന്നാൽ ദേവാലയത്തിലെ ഈ ന്യായപ്രമാണത്തിന്റെ പുസ്തകം എവിടെയാണെന്ന് പോലും കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ ദേവാലയം ശ്രദ്ധിക്കപ്പെടാതെ ഇപ്പൊ നമുക്കറിയാം, അനേക UK-ലും US-ലും ഒക്കെയുള്ള അനേക ചർച്ചുകൾ മറ്റ് പല കാര്യങ്ങൾക്കായി ഉപയോഗിക്കപ്പെടുകയാണ്. ഇവിടുത്തെ ആരാധന നഷ്ടമായി, ദൈവസാന്നിധ്യം പോയി പലയിടങ്ങളിൽ അങ്ങനെ ചിലർ ചിലർ മറ്റു ഭാഗങ്ങൾ നടക്കുന്നുമുണ്ട്. അപ്പോൾ ദൈവത്തിന്റെ ആലയത്തിന് ആ ന്യായപ്രമാണ പുസ്തകം കണ്ടെത്തുക, പുസ്തകം ഉപേക്ഷിക്കപ്പെട്ടു, എവിടാന്ന് അറിയത്തില്ല പുസ്തകം. ആ സ്ഥിതിയിലേക്ക് വന്നു. ന്യായപ്രമാണ പുസ്തകം കണ്ടെത്തി. അങ്ങനെയാണ് ഇന്ന് രാത്രി നിങ്ങളോട് ചോദിച്ചു വയ്ക്കുകയാണ്, കഴിഞ്ഞ ശനിയാഴ്ച എന്നോട് ചേർത്ത് കഴിഞ്ഞ ശനിയാഴ്ച ആരാധന കഴിഞ്ഞിട്ട് കൊണ്ടുവച്ച വേദപുസ്തകം ഇന്നാണ് പൊടി തട്ടി എടുത്തതെന്നുള്ളവർ കൈ ഉയർത്തണ്ട. ഇന്നാണ് ഞാൻ കഴിഞ്ഞ ശനിയാഴ്ച കൊണ്ടുപോയി വെച്ച പുസ്തകം ഇന്നാണ് ഞാൻ എടുക്കുന്നതെന്ന് ഉറപ്പായിട്ടുള്ളവർ കൈ ഉയർത്തേണ്ട. മനസ്സിലെങ്കിൽ ചിന്തിച്ചാൽ അല്ലേ? ന്യായപ്രമാണ പുസ്തകം കണ്ടെത്തണം, വായിക്കണം, വചനം കണ്ടെത്തുക, വായിക്കുക അല്ലേ? അപ്പോൾ അവര് ന്യായപ്രമാണ പുസ്തകം കണ്ടെത്തി. ന്യായപ്രമാണ പുസ്തകം കണ്ടെത്തി ഹിൽക്കിയാവ് ന്യായപ്രമാണ പുസ്തകം കണ്ടെത്തിയിരിക്കുന്നു. അപ്പോൾ വചനം കണ്ടെത്തിയിരിക്കുന്നു. നഷ്ടപ്പെട്ടു പോയത് വചനം കണ്ടെത്തി. വചനത്തെ 2 രീതിയിൽ ഞാൻ നാളെ പരാമർശിച്ചു. ഒന്ന് ലോഗോസ്, എഴുതപ്പെട്ട ദൈവത്തിന്റെ വചനം. ഒന്ന് പറയപ്പെടുന്ന ദൈവത്തിന്റെ വചനം. അതുകൊണ്ടാണ് യേശു കർത്താവ് പിശാചിനോട് സംസാരിക്കുമ്പോൾ പറയുന്നത് എന്താണ്? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ആ പദം ശ്രദ്ധിച്ച ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന. അപ്പൊ എഴുതപ്പെട്ടതല്ല, പിന്നെ എവിടുന്ന് വരുന്ന? ദൈവത്തിന്റെ. എഴുതപ്പെട്ട വചനത്തിന് ശക്തിയില്ല. എഴുതപ്പെട്ട വചനം പഠിക്കാൻ പറ്റും. എഴുതപ്പെട്ട വചനം കൊണ്ട് പിശാച് പുറത്തു പോവുകയില്ല. എഴുതപ്പെട്ട വചനത്തിന്റെ മേൽ വ്യാപരിക്കുന്ന അല്ലെങ്കിൽ കർത്താവിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനത്തിനാണ് ശക്തി ഉള്ളത് അല്ലേ? അപ്പോൾ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം എന്നിൽ നിന്ന് പുറപ്പെട്ട എന്റെ വചനം ഞാൻ അയച്ച, എന്റെ വായിൽ നിന്ന് പുറപ്പെട്ട എന്റെ വചനം ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കാതെ, അപ്പൊ കാര്യം സാധിപ്പിക്കുന്ന, ക്രിയേറ്റ് ചെയ്യുന്ന, ഇല്ലാത്തടത്ത് ഉള്ളതിനെ നൽകുന്ന, മരിച്ചവരെ ഉയർപ്പിക്കുന്ന, ഇല്ലാത്തടത്ത് ഉളവാക്കുന്ന, ശൂന്യമായതിനെ പണിയുന്ന, കടന്നു ചെന്ന് ചില ക്രിയകൾ നടത്തി മടങ്ങി വരുന്ന ഒരു വചനമാണ്. അതാണ് നമ്മൾ വേണ്ടത്. നമ്മൾ വചനം ധ്യാനിക്കുമ്പോൾ, പഠിക്കുമ്പോൾ ചില പദങ്ങൾ നമ്മളിലേക്ക് ഇറങ്ങി വരും. അത് ഇതിനകത്തുനിന്ന് വായിക്കുന്നത്, ലോഗോസിനകത്തുനിന്ന് വായിക്കുന്നത്. പക്ഷേ എന്റെ വായിൽ കൂടെ, അതിപ്പോ നിങ്ങൾ ശുശ്രൂഷിച്ചാലും മറ്റൊരാൾ പ്രാർത്ഥിച്ചാലും ഒരാൾ പാട്ട് പാടിയാലും നമ്മുടെ വായിൽ കൂടെ എഴുതപ്പെട്ട വചനം, ലോഗോസ്, അത് പറയപ്പെടുന്ന ദൈവശബ്ദമായി പുറപ്പെടുന്നു. ആ പുറപ്പെട്ട വചനത്തിന് ശക്തിയുണ്ട്. ദൈവത്തിന്റെ വായുത. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, ഒരുവൻ പ്രസംഗിക്കുന്നെങ്കിൽ വെറുതെ പ്രസംഗമനുസരിച്ചിട്ട് പ്രസംഗിക്കുകയല്ല, ഒരുവൻ പ്രസംഗിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ അരുളപ്പാട് സംസാരിക്കുന്നു. അഥവാ പ്രസംഗിക്കുന്നതിന് ഇടയ്ക്ക് ചില വാക്കുകൾ കയറി വരും, ചില അരുളപ്പാടുകൾ കയറി വരും. അത് നമ്മുടെ ജീവിതത്തിലേക്ക്, കുടുംബങ്ങളിലേക്ക്, ദൈവസഭയിലേക്ക് വ്യാപരിക്കും. അത് അയച്ച വചനം എന്ത് ചെയ്യും? കാര്യം സാധിപ്പിക്കാതെ വളരത്തില്ല. വിശ്വസിക്കുന്നുണ്ടത്? ഹല്ലേലൂയ. അയച്ച വചനം ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാകട്ടെ എന്ന ശബ്ദം പുറപ്പെട്ടപ്പോൾ ഹല്ലേലൂയ, ഈ ലോകത്തിലുള്ള സകലതും ഉളവാക്കിക്കൊണ്ടാണ് ആ വാക്ക് കർത്താവിലേക്ക് മടങ്ങി വന്നത്. ഒറ്റ വാക്കുകൊണ്ട്
കൊണ്ട് അവൻ സകലത്തെ സൃഷ്ടിച്ചു. പുറപ്പെട്ട വചനത്തിന് ക്രിയേറ്റ് ചെയ്യാനുള്ള ശക്തിയുണ്ട്. അതുകൊണ്ടാണ് ന്യായപ്രമാണ പുസ്തകം കണ്ടെത്തണമെന്ന് പറയുന്നത്. ഹല്ലേലൂയ. എന്നും ഡ്യൂട്ടിക്ക് പോകുന്ന പോലെ, എന്നും ഭക്ഷണം കഴിക്കുന്ന പോലെ ചെയ്യുന്നില്ലെങ്കിൽ നമ്മളോട് തന്നെ നോക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ്ട, നമ്മളോട് തന്നെ ശോധന ചെയ്യുക. അല്ലേ, ഞാൻ എത്ര നേരം ദൈവം പഠിക്കുന്നുണ്ട്. ഈ ദൈവസഭ തുടങ്ങിയ പിന്നെ സത്യമായിട്ട് പറയാനുള്ളത്, ദൈവസഭ തുടങ്ങിയ പിന്നെ ഞാൻ ഒരുപാട് സമയങ്ങൾ ദൈവത്തെ പഠിക്കാനായിട്ട് എടുക്കുന്നുണ്ട്. മറ്റേ വായിച്ചു ദൈവം ചെയ്യും, പക്ഷെ എന്നാൽ പഠിക്കാനായിട്ട് നീ കഴിയുന്നുണ്ട്. പ്രസംഗിക്കാനുള്ള വേണ്ടിയിട്ടാണ്, എന്നാൽ പഠിക്കാൻ കഴിയുന്നത് വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. അപ്പോൾ ദൈവത്തിന്റെ വചനം ഭക്ഷിക്കുവാൻ, പഠിക്കുവാൻ അതിനകത്തൊരു ശക്തിയുണ്ട്. വചനത്തിൽ കൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുകയുള്ളൂ. വചനം ജഡമായി തീർന്നവൻ നമ്മുടെ നടുവിൽ വചനത്തിൽ കൂടെ വെളിപ്പെടുമ്പോഴാണ് അത്ഭുതം സംഭവിക്കുന്നത്. ഫേസ്ബുക്ക് നോക്കുന്നതിനേക്കാൾ, വാട്സപ്പ് നോക്കുന്നതിനേക്കാൾ, ഇൻസ്റ്റഗ്രാം നോക്കുന്നതിനേക്കാൾ എന്ത് നോക്കണം? പുസ്തകം നോക്കണം. പ്രൈസ് ദി ലോർഡ്. ഇതിനകത്താണ് നിന്റെ വിടുതൽ ഇരിക്കുന്നത്. ഇതിനകത്താണ് നിന്റെ ആത്മാവിന്റെ വിടുതൽ. ഇതിനകത്താണ് നിന്റെ ഭൗതികമായ വിടുതൽ. ഇതിനകത്താണ് നിന്റെ അത്ഭുതമാണ് ഇരിക്കുന്നത്. ഇത് വായിക്കുന്നതിലൂടെ, ഇത് ധ്യാനിക്കുന്നതിലൂടെ വചനം പറയുന്നത് എന്റെ ധ്യാനത്തിന്റെ തീരത്തി ഇത് വായിക്കുമ്പോൾ തീരത്തുകയാണ്. നിനക്കെതിരെ വ്യാപരിക്കുന്ന സകലതിനെയും അതല്ല ദൈവജന ധ്യാനം. വചനം ധ്യാനിക്കണം. ധ്യാനിക്കുമ്പോൾ ഒരു തീ കത്തും. പ്രൈസ് ദി ലോർഡ്. ഈ തീയുടെ മുമ്പിൽ കരിഞ്ഞു പോകാത്ത ഒന്നുമില്ല. വചനം ശക്തിയാണ്. ഈ വചനം ഏറ്റെടുത്താൽ നിന്റെ സന്ധിവഞ്ചകളൊക്കെ അകത്തുള്ള ചേർന്നു. നിന്റെ കൈകൾ ആർത്രൈറ്റിസ് രോഗമുണ്ടോ അതിനെ മാറ്റുവാൻ അതുപോലെ കർത്താവ് പരിശുദ്ധാത്മാവ് ദൂത് എനിക്ക് തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ശ്രദ്ധിക്കുക, അവൻ ന്യായപ്രമാണത്തെ കണ്ടെത്തി, ന്യായപ്രമാണത്തെ കണ്ടെത്തിയിരിക്കുന്നു അല്ലേ. ഇനി ഒരു പദം കൂടെ ഞാൻ വായിക്കാൻ പോകുന്നത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് മുമ്പിൽ സമയമില്ല. അതില് 19-ാമത്തെ വാക്യം, 18-ാമത്തെ വാക്യം ഒരു വായിച്ചു. 18-ാമത്തെ
ഹില്ക്കിയാ പുരോഹിതൻ ഒരു പുസ്തകം എന്റെ കയ്യിൽ തന്നു. പുരോഹിതൻ ശ്രദ്ധിക്കപ്പെടാതെ കിടന്ന ആലയമേ ഇടിഞ്ഞ് ഒരു സൈഡിലായി കിടക്കുക അല്ലെ, അറ്റകുറ്റപ്പണിയൊക്കെ ചെയ്യണം. പിന്നാണ് പുസ്തകത്തിന്റെ കാര്യം. അപ്പൊ ഹില്ക്കിയാ പുരോഹിതൻ ഒരു പുസ്തകം കൊണ്ടുകൊടുത്ത് രാജാവിന്റെ കയ്യിൽ എന്താ ചെയ്തത്? എന്റെ കയ്യിൽ തന്നിരിക്കുന്നു എന്ന് ബോധിപ്പിച്ചു. ശാഫാൻ അതിനെ രാജസന്നിധിയിൽ വായിച്ചു കേൾപ്പിച്ചു. ന്യായപ്രമാണത്തിലെ വാക്യങ്ങളെ കേട്ടിട്ട് രാജാവ് വസ്ത്രം കീറി. 27ാമത്തെ വാക്യം അതിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് കഴിയത്തില്ല. അതിന്റെ ആ ഭാഗത്ത് ഒരു കമന്റ് പ്രവാചകൻ പറയുന്നതാണ്. അതൊന്ന് വായിച്ച് ഞാൻ പോവാണ്. നീ അവന്റെ മുമ്പാകെ നിന്നെ താഴ്ത്തുകയും എന്റെ മുമ്പാകെ നിന്നെ തന്നെ താഴ്ത്തി നിന്റെ വസ്ത്രം കീറി എന്റെ മുമ്പാകെ കരയുകയും ചെയ്തുകൊണ്ട് ഞാൻ നിന്റെ അപേക്ഷ കേട്ടിരിക്കുന്നു. ഹില്ക്കിയാ പുരോഹിതൻ കൊണ്ടുവന്ന ദൈവവചനം വായിച്ചപ്പോൾ തന്റെ രാജസ്ഥാനവും രാജവസ്ത്രവും ഒക്കെ രാജാവ് യോശിയാവ് മറന്നിട്ട് തന്റെ വസ്ത്രം വലിച്ചു കീറി താൻ ദൈവസന്നിധിയിൽ കരഞ്ഞു. ഈ വചനം നമ്മുടെ അകത്തേക്ക് ചെല്ലുമ്പോൾ കുത്തുകൊള്ളണം. ഈ വചനം നമ്മുടെ അകത്തേക്ക് ചെല്ലുമ്പോൾ ഒരു കരച്ചിൽ വരണം. അതുകൊണ്ട് യഹൂദന്മാർ പത്രോസിനോട് ചോദിച്ചത്, ഞങ്ങൾക്ക് പറ്റിപ്പോയി, ഞങ്ങൾ കർത്താവ് യേശുക്രിസ്തുവിനെ ക്രൂശിച്ചു പോയി, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, പക്ഷെ ഞങ്ങൾക്കൊരാഗ്രഹമുണ്ട്, ഞങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടത്? ഞങ്ങളുടെ ഹൃദയത്തിന്റെ അകത്ത് കുത്തുകൊണ്ടിരിക്കുന്നു, വചനം ഞങ്ങളെ സ്പർശിച്ചിരിക്കുന്നു. ശ്രദ്ധിക്കണമേ, ഒരു ദൂതോട് ഞാൻ കൈമാറട്ടെ. 50ാമത്തെ ദിവസം 10 ദിവസം 120 ശിഷ്യന്മാർ കർത്താവിനോട് ചേർന്നിരുന്ന് അഭിഷേകത്തിന്റെ ശക്തി പ്രാപിച്ചിട്ട് ഇറങ്ങി നിന്ന് ദൈവത്തിന്റെ വചനം വിളിച്ചപ്പോൾ 3000 പുരുഷന്മാരുടെ അകത്ത്, യഹൂദ പുരുഷന്മാരുടെ അകത്ത് ഒരു കുത്തു വന്നത്. പാപങ്ങളെ കുറിച്ചൊരു ബോധ്യം, കർത്താവിനെ ക്രൂശിച്ചതിനെ കുറിച്ചുള്ള നിരാശ. എല്ലാ കഥകളിലും പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുവാനായിട്ടാണ് ദൈവം അനുവദിച്ച് എപ്പോഴെങ്കിലും നമുക്ക് ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ ചിന്തിക്കാം. ചെറിയൊരു അധ്യായമാണ് 34-35 അധ്യായങ്ങൾ. അല്ലെങ്കിൽ സമയമുണ്ടെങ്കിൽ വായിക്കുക. 34-35 അധ്യായങ്ങൾ ചെറിയ അധ്യായമാണെങ്കിലും യോശിയാവിനെ കുറിച്ചുള്ള ചെറിയ കാര്യങ്ങളാണെങ്കിലും ഇതിനകത്ത് അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ, തന്റെ ജീവിതത്തിൽ വരുത്തിയ ശുദ്ധീകരണങ്ങൾ നമുക്ക് അനുഗ്രഹമാണ്. പഠിക്കുന്നത് നമുക്ക് ഒരു വിടുതലാണ്. ഞാൻ മനഃപൂർവ്വമായി വിശ്വസിക്കുന്നു. അവൻ വചനം കേട്ടപ്പോൾ അകത്ത് കുത്തുകൊണ്ടു രാജവസ്ത്രത്തെ കീറി. പത്രോസിന്റെ വചനം കേട്ടപ്പോൾ കുത്തുകൊണ്ടവർ 3000-ഓളം പുരുഷന്മാരെ വെള്ളത്തിൽ ഇറക്കി സ്നാനപ്പെടുത്തുക. വചനത്തിന്റെ ശക്തി വെളിപ്പെട്ടെങ്കിൽ ഇന്ന് രാത്രി വിശ്വസിക്കുക, ദൈവസഭയ്ക്കെതിരെ ചലിക്കുന്ന വൈശാലിക ശക്തികളെ തകർത്തുകൊണ്ട് ചിലരെ പരിശുദ്ധാത്മാവിലും നിങ്ങൾ വിശ്വസിച്ചുറക്ക് പരിശുദ്ധാത്മാവിനോട് വീണ്ടും ആ ശബ്ദം പ്രതിവചിപ്പിക്കുവാൻ പറയുന്നു. വെള്ളത്തിലും പരിശുദ്ധാത്മാവിലും ഈ ദൈവസഭ ദൈവത്തിലേക്ക് നമുക്ക് സമർപ്പിക്കാം. 2 ഭാഗങ്ങളാണ് നാം ചിന്തിച്ചത്. ഒന്ന്, അവൻ ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കും. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് പ്രാധാന്യം കൊടുക്കാം. ഇന്ന് കൊണ്ട് വെക്കുന്ന ബൈബിൾ അടുത്ത സാറ്റർഡേ എടുക്കാതെ, അല്ലെങ്കിൽ വീണ്ടും അടുത്ത ഡേ എടുക്കാതെ വചനം വായിപ്പാൻ തീരുമാനിക്കാം, വചനം ധ്യാനിപ്പാൻ തീരുമാനിക്കാം. ദൈവസ്ഥലത്തിൽ അല്പസമയം വചനം എടുത്ത് വെച്ച് വായിച്ച് അത് ധ്യാനിച്ച് പഠിച്ച് അതിനകത്ത് ദൈവശക്തി പ്രാപിപ്പാൻ യോശിയാവിനെ പോലെ നമുക്ക് തീരുമാനമെടുക്കാം. അതിന് മാത്രമേ ഇത് കേട്ടതുകൊണ്ട് ഒരു അനുഗ്രഹമായി മാറുകയുള്ളൂ. 2, അവൻ ദൈവത്തിലേക്ക് തിരിഞ്ഞു. പാരമ്പര്യങ്ങളൊക്കെ മറന്നു, ഉപേക്ഷിക്കേണ്ടതിനൊക്കെ ഉപേക്ഷിച്ചു, വെട്ടേണ്ടതിനൊക്കെ വെട്ടിക്കളഞ്ഞു, അശേര പ്രതിഷ്ഠകളെ വെട്ടി, ബാലവിഗ്രഹങ്ങളെ വെട്ടി, ജീവിതത്തിൽ ഉപേക്ഷിക്കേണ്ട സകല പൈശാചിക ശക്തികളെയും ഇരുട്ടിന്റെ വ്യാപാരങ്ങളെയും പാപത്തിന്റെ ശക്തികളെയും അവൻ ദൈവത്തിലേക്ക് മടങ്ങി വന്നതുപോലെ നമുക്ക് മടങ്ങി വരാം. ദൈവവചനത്തിന് മുമ്പിൽ കരയാം, ദൈവവചനത്തിന് മുമ്പിൽ ഏൽപ്പിക്കപ്പെടാം.